ഈ ബി ജി റാംജി ബിൽ അത് ഏത് ബില്ലാന്ന് ചോദിച്ചാൽ നമ്മുടെ പഴയ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അഥവാ മൺരേഗ പി അല്ലെങ്കിൽ മൺരേഗ എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇപ്പോഴത്തെ പേരാണ് ഞാൻ നേരത്തെ വായിച്ച BG ബിൽ എന്ന് പറയുന്ന ബില്ല്. എന്താ കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെ കാണാത്തതിന് പ്രതിപക്ഷ രാജ്യസഭയുടെ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ശ്രീ ജോൺ ബ്രിട്ടാസ് അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ കണ്ടില്ല, അദ്ദേഹം ബൈക്ക് ശരിയാക്കാൻ പോയിരിക്കുകയായിരുന്നു, ബുള്ളറ്റ് ഓടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിനെ മറുവശം നേരിട്ടത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു വീഴ്ച അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിൽ മാനവ വിഭവശേഷി മന്ത്രി പറഞ്ഞപ്പോൾ ബ്രിട്ടാസ് കേരളത്തിനും രാജ്യത്തിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ്, പാലമാണ് എന്ന് പറഞ്ഞ് പെട്ടുപോയതിൻ്റെ മൗഢ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടം തീർക്കാൻ വേണ്ടി ബോധപൂർവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ആളാകുന്നതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ ഭാഷ്യം. അതോടൊപ്പം തന്നെ VT ബൽറാമിനെ പോലെയുള്ളവർ കുറച്ചുകൂടി കടത്തി അമ്പലക്കള്ളന്മാരുടെ ഒരു ഭാവമാണ്, മോഷ്ടിച്ചിട്ട് കള്ളാന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു എന്ന തരത്തിലൊക്കെയാണ്. ഇതൊക്കെ രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളാണ്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ സന്ദർഭങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും ഇത്തരം വേദികൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ സംശയമുള്ളവർക്ക് ആ സംശയത്തിൻ്റെ പേരിൽ അല്ലാതെ തന്നെ വളരെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. പലരും ചോദിക്കാറുണ്ട്, ഇടയ്ക്കിടെ എന്തിനാണ് ഈ വിദേശത്ത് പോകുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നതിൻ്റെ കാരണം എന്താണ്, അതുകൊണ്ട് എന്ത് ഗുണമാണ്, ഇവിടെ നിന്ന് പോരാടണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അദ്ദേഹം ജർമ്മനിയിൽ പറഞ്ഞ ഈ വാക്കുകളൊന്ന് കേൾക്കൂ. Indian democracy is actually a global public good. It's not just an Indian asset, it's a global asset. You imagine when I'm talking about attack on the Indian democratic system, I don't say it, but it's actually an attack not just on the Indian democratic system, it's an attack on the global democratic system. Because if you were to remove India as a democracy, if you were to remove 1.5 billion people from the democratic side, that's a huge dent on global democracy. So that's why I say that it's very important for Indian people, especially, to ensure that they protect this really valuable resource. ഇന്ത്യൻ ഡെമോക്രസിയുടെ സംരക്ഷണത്തെക്കുറിച്ച് ലോകമറിയേണ്ടത് എന്താണ് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ക്ലാരിറ്റിയുള്ള മറുപടിയാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചത്. ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് കേവലം ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അതൊരു ഗ്ലോബൽ അസറ്റാണ്. അമേരിക്കൻ ഡെമോക്രസി ഉണ്ട്. അമേരിക്കൻ ഡെമോക്രസിക്ക് എത്രമേൽ വൈവിധ്യവും എത്രമേലുള്ള അതിൻ്റെ ഒരു ഇൻക്ലൂസീവ്നെസ്സും ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. അത് ഒരു കുളമോ അല്ലെങ്കിൽ ഒരു ആറോ ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു കടലാണ്. അത്രമേൽ വൈവിധ്യമാണ് ഇന്ത്യൻ ഡെമോക്രസിക്കുള്ളത്. രാഹുൽ ഗാന്ധി തുടർന്ന് പറയുന്നത് ഇന്ത്യൻ ഡെമോക്രസിയുടെ മേലുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ലോകത്തിലെ ജനാധിപത്യത്തോടുള്ള ഒരു അറ്റാക്കാണ്. കാരണം 150 കോടി ജനങ്ങളുടെ ഒരു ജനാധിപത്യ അവകാശത്തെ ധ്വംസിക്കുകയോ അട്ടിമറിക്കപ്പെടുകയോ വിലക്കെടുക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരു ഗ്ലോബൽ ഡെൻറ്റ് അഥവാ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ഏറ്റവും വലിയ ഭീമമായ സിംഹമായ ഒരു ഭാഗത്തെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യൂരിയോസിറ്റിയോ എന്തൂസിയാസമോ കൊണ്ട് ഓരോ രാജ്യങ്ങളിലെയും ഫാക്ടറികളോ അത്തരം കാര്യങ്ങളോ സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിനെയും യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ട കാര്യമില്ല. വിമർശിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ അറിയാവുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പബ്ലിക് സ്പേസിൽ ഒരു പൊതുവിടത്തിൽ ഇന്നലെ വരെ കാണാത്തൊരു സ്ഥലത്ത്, അതിപ്പോൾ ഒരു ഫാം ആകട്ടെ, അത് ഫിഷർമെൻ കമ്മ്യൂണിറ്റി ആകട്ടെ, അത് ഏതെങ്കിലും ഒരു പൗൾട്രി ഫാമോ അല്ലെങ്കിൽ കാറ്റിൽ ഫാമോ, ഇനി അതൊന്നുമല്ല ഏതെങ്കിലും ഫാക്ടറി, ഗ്രീനറി, എന്തുമാകട്ടെ, ഏത് സെറ്റപ്പിലും ഏത് രാജ്യത്തും ഏത് സമൂഹത്തിലും നമ്മൾ ഇറങ്ങി വളരെ പോസിറ്റീവായ മൈൻഡോടുകൂടി ആശയവിനിമയം നടത്തിയാൽ അതെല്ലാം നമുക്ക് മികച്ച ലേണിംഗാണ്, റീജുവനേഷനാണ്,
നമുക്ക് വലിയ ഇൻപുട്ടാണ്. ലോകത്തോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തപ്പെടുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ഇതിനകത്ത് വളരെ നിസ്സഹായമായ ഒരവസ്ഥയിലേക്ക് രാജ്യം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഈ പാർലമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ഗൗരവമായ, ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട വളരെ മനോഹരമായ ഒരു പ്രസംഗം നടത്തിയാണ് അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചത്. മൻരേഗ ബില്ല് നടപ്പിലാക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഇരുന്ന് ഈ ഇപ്പോഴത്തെ നേതാക്കളെല്ലാം തന്നെ, അതായത് ജോൺ ബ്രിട്ടാസ് ആകട്ടെ, പ്രിയങ്ക ഗാന്ധി ആകട്ടെ അടക്കമുള്ള ആളുകളെല്ലാം പറഞ്ഞതുപോലെ തന്നെ 4 വാചകം പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത്, അതിനപ്പുറം ഈ ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ ലോകത്ത് വിവിധ സ്ഥലങ്ങളിലുള്ള ഇന്ത്യൻ ഡയസ്പോറയുമായി ബന്ധപ്പെടുന്ന ആശയവിനിമയം നടത്തുന്ന രാഹുൽ ഗാന്ധി, അത് ഏറ്റവും മനോഹരമായ ഭാഷയിൽ ഉജ്ജ്വലമായ ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് തുടരേണ്ടതാണ്, തുടരുക തന്നെ വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ദിവസങ്ങളിൽ ഏതൊക്കെ ചർച്ചകൾക്കാണ് രാജ്യത്തെ കേൾക്കാൻ, പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ, പ്രതിപക്ഷ സ്വരത്തെ കേൾക്കാൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഉണ്ടാവുക? ആരോടാണ് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ടത്? അത് കേൾക്കാൻ ആരാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടപെടലുകളൊക്കെ മറ്റാരെക്കാളും നിർഭയമായി, ശക്തമായി, അതുകൊണ്ടാണല്ലോ മാറി 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 എന്തെല്ലാം കേസുകൾ, അതോടൊപ്പം തന്നെ MP സ്ഥാനത്തിന് അയോഗ്യത അടക്കമുള്ളവ വരുന്നത് ആ പറയുന്നത് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ സംഘപരിവാർ പ്രൊഫൈലുകളും വളരെ ലൈവായി രാജ്യദ്രോഹം പ്രസംഗിക്കുന്നു, വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുന്നു. ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ ലോകം മുഴുവൻ കേൾക്കുന്ന ചർച്ചകൾ നടത്തുന്ന ഒരു രാഹുൽ ഗാന്ധി എന്ന തരത്തിലേക്ക് രൂപപ്പെടുന്നതും പറയുന്നതും തന്നെയാണ് ഗുണകരം എന്നതാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്.